എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2026 ജൂൺ 2 സംഭവിക്കുന്ന വ്യാഴമാറ്റം, ഇടവൻ രാശിയിൽ വരുന്ന കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കുള്ള രാശിമാറ്റം മൂലം എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ്. ഇടവൻ രാശിക്കാർക്ക് വ്യാഴം 8-ാം ഭാവത്തിൻ്റെയും 11-ാം ഭാവത്തിൻ്റെയും അധിപനാണ്. വ്യാഴം ഏറ്റവും ശുഭ ഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ്. വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് വ്യാഴം 5-ാം ഭാവത്തിലേക്കും 7-ാം ഭാവത്തിലേക്കും 9-ാം ഭാവത്തിലേക്കും നോക്കുന്നുമുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അമൃത ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏത് ഭാവത്തിലേക്കൊക്കെയാണോ നോക്കുന്നത് ആ ഭാവത്തിന് മേന്മ വർദ്ധിക്കും എന്നതാണ്. വ്യാഴം കർക്കിടക രാശിയിൽ തൻ്റെ ഉച്ചരാശിയിൽ വരുമ്പോൾ തന്നെ വ്യാഴത്തിന് ശുഭഫലങ്ങളൊക്കെ നൽകാനുള്ള കഴിവും വർദ്ധിക്കുന്നതാണ്. ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും സമ്പത്തും അതുപോലെ സൗഭാഗ്യം എന്നിവയുടെയൊക്കെ കാരകനാണ് ഈ വ്യാഴം. ഈ വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങളുടെ കരിയറിലും അതുപോലെ കുടുംബത്തിലും സാമ്പത്തിക നിലയിലും ഒക്കെ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, അതുപോലെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ ഈ അവസരങ്ങളെയൊക്കെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇതിനെപ്പറ്റിയുള്ള ഒരു വിശദമായ വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ വ്യാഴപ്രീതി വരുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം എന്നതിനെപ്പറ്റിയും വീഡിയോയിൽ പറയുന്നുണ്ട്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വ്യാഴം നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 3-ാം ഭാവം എന്ന് പറഞ്ഞാൽ ധൈര്യം, അതുപോലെ പരാക്രമം, ആശയവിനിമയ ശേഷി, അതുപോലെ സഹോദരങ്ങളെ, സാമൂഹിക ബന്ധങ്ങളെ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. 3-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് നിങ്ങളുടെ ചിന്താശേഷിയൊക്കെ കൂടുതൽ പാകപ്പെടുത്തുന്നതാണ്. 11-ാം ഭാവാധിപൻ 3-ൽ നിൽക്കുന്നത് വലിയ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ നൽകുന്നതാണ്. ജോലിയിലൊക്കെ മാറ്റങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ്. നിലവിലെ ജോലിയിൽ നിന്നൊക്കെ മാറി ജോലിയൊക്കെ മാറി എന്തെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം നല്ലതാണ്. അതുപോലെ ഓൺലൈൻ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക്, ഈ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക്, സോഷ്യൽ മീഡിയ യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, അതുപോലെ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ സമയത്ത് നല്ല നേട്ടങ്ങൾ കൊണ്ടുവരുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാക്കുകൾക്ക് ആളുകൾ ശ്രദ്ധ നൽകുന്ന ഒരു സമയം കൂടിയാണ്. സഹോദരങ്ങളുമായോ സുഹൃത്തുക്കളുമായോ ഒക്കെ ഉള്ള ബന്ധത്തിൽ കൂടുതൽ വ്യക്തതയും സഹകരണവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് 5, 7, 9 എന്നിങ്ങനെ 3 ഭാവത്തിലേക്ക് ദൃഷ്ടികളുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടിക്ക് ഗംഗാജലത്തിന് തുല്യമായ പവിത്രതയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ 5-ാം ഭാവത്തിലെ ദൃഷ്ടി നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഇത് വിവാഹത്തിൻ്റെയും അതുപോലെ ബിസിനസ് പങ്കാളിത്തങ്ങളുടെയും ഒക്കെ ഭാവമാണ്. ഇപ്പോൾ വിവാഹമൊക്കെ ആലോചിച്ച് തടസ്സങ്ങളൊക്കെ നേരിടുന്നവർക്കാണെങ്കിൽ ഈ വ്യാഴമാറ്റത്തോടു കൂടി അത് അനുകൂലമായി സമയം ആയിത്തീരുന്നതാണ്. അനുകൂലമായ ആലോചനകളൊക്കെ വരുന്നതുമാണ്. അതുപോലെ ബിസിനസ്സിലൊക്കെ പുതിയ പങ്കാളിയെ കണ്ടെത്താനും പുതിയ കരാറുകളിലൊക്കെ ഒപ്പിടാനും ഒക്കെ നല്ലൊരു സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ടൊക്കെയുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന ഒരു സമയം കൂടിയാണ് വ്യാഴത്തിൻ്റെ 7-ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി. ഇനി വ്യാഴത്തിൻ്റെ 7-ാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലേക്കാണ്. അതായത് ഭാഗ്യം നിങ്ങളുടെ വശത്തായിരിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഒക്കെ ഭാഗ്യം കൊണ്ട് നടന്നു കിട്ടുന്നതാണ്. അതുപോലെ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ പിതൃതുല്യരായ വ്യക്തികളിൽ നിന്നോ ഒക്കെ നിലവിൽ നല്ല രീതിയിലുള്ള പിന്തുണയൊക്കെ ലഭിക്കുന്നതുമാണ്. അതുപോലെ വീടുകളിൽ പൂജയോ പുണ്യകർമ്മങ്ങളോ ഒക്കെ നടക്കാനും സാധ്യതയും ഉണ്ട്. വ്യാഴത്തിൻ്റെ അടുത്ത 9-ാം ദൃഷ്ടിയാണ്. 9-ാം ദൃഷ്ടി പതിക്കുന്നത് 11-ാം ഭാവത്തിലേക്കാണ്. 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ലാഭസ്ഥാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടിയാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കുന്നതാണ്. ദീർഘകാലമായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുന്ന ഒരു സമയം കൂടിയാണ്. 2026 നിങ്ങൾ വീടോ അല്ലെങ്കിൽ വാഹനമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്വന്തമാക്കാനായിട്ട് ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന്
നല്ല രീതിയിലുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഇത്രയുമൊക്കെയാണ് വ്യാഴം 3-ാം ഭാവത്തിൽ നിൽക്കുന്നതിൻ്റെയും അതുപോലെ വ്യാഴം 3-ാം ഭാവത്തിൽ നിന്ന് ഓരോ ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിൻ്റെയും ഒക്കെ ഫലങ്ങൾ. ഈ അനുകൂലമായ ഗ്രഹമാറ്റത്തിൻ്റെയൊക്കെ പൂർണ്ണ ഫലമൊക്കെ ലഭിക്കാനും വ്യാഴപ്രീതിയൊക്കെ വരുത്താനും ലളിതമായ ചില പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അത് വ്യാഴാഴ്ച തോറും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക, കഴിയുന്ന വഴിപാടൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് വ്യാഴപ്രീതിക്ക് നല്ലതാണ്. തടസ്സങ്ങളൊക്കെ മാറാനും ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതിനും വേണ്ടി ദിവസവും ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുന്നതും നല്ലതാണ്. ഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഒരു വഴി കാണിച്ചു തരിക മാത്രമേ ചെയ്യൂ. ആ വഴിയിലൂടെയൊക്കെ നടന്ന് ഭയത്തെയൊക്കെ ദൂരെ കളഞ്ഞ് ആത്മവിശ്വാസത്തോടെയൊക്കെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുക എന്നതാണ് നമ്മുടെ ഒരു കടമ. ഈ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.